ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നോക്കാൻ പോകുന്നത് MS പെയിന്റ് എന്താണെന്നാണ്. അപ്പോൾ MS പെയിന്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമേ കാണുന്ന എന്തായിരിക്കും? ഓപ്പണായി വരുമ്പോൾ കാണുന്നതാണ് ഈ റെഡ് കളറിൽ കാണുന്നത്. അതായത് ഈ പെയിന്റിന് എഴുതിയ ഒരു പേജ്, ഈ ഒരു ഭാഗത്തിന് പറഞ്ഞ പേരാണ് ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. തൊട്ടിപ്പുറം കിടക്കുന്നുണ്ട് ക്യൂക്ക് ആക്സസ് ടൂൾ ബാർ ആണ് ഇതെല്ലാം. അതായത് നമുക്ക് പെട്ടെന്ന് എടുക്കണമെങ്കിൽ പറ്റുന്നതാണ്. അത് റീഡു, അൺഡു, പിന്നെ എന്താണ് ന്യൂ ടാബ്, പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഈ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗട്ട് കാണും. ഓപ്പൺ, സേവ്, പ്രിന്റ് പ്രിവ്യൂ, ഇതൊക്കെ നമുക്കിവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നമുക്ക് സേവ് ചെയ്തിടാൻ പറ്റും. അപ്പോൾ സേവ് എന്നുള്ള ഒരു ഓപ്ഷൻ ഞാനിവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഇട്ടപ്പോൾ എന്താ സംഭവിക്കുക? ആ സേവ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും? ആ സേവ് എന്ന് പറഞ്ഞ ഡയലോഗ്സ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. അപ്പം ഇതിങ്ങനെ പെട്ടെന്ന് നമുക്ക് എടുക്കാവുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നമുക്ക് ആഡ് ചെയ്തിടുവാണെങ്കിൽ. ഇനി ഇതിനൊക്കെ എന്താണ് ഷോർട്ട് കട്ട് കീസ്? എന്താണ് ഷോർട്ട് കട്ട് കീ ആണ് Ctrl+Y, അൺഡുവിൻ്റെ Ctrl+Z, ന്യൂവിൻ്റെ Ctrl+N, സേവ് ബട്ടൺ Ctrl+S. അപ്പോൾ ഇതിനൊക്കെ ഓരോ ഷോർട്ട് കട്ട് കീസും ഉണ്ട്. ഓപ്പൺ ആണെങ്കിൽ എന്താണ് Ctrl+O അല്ലേ? ഞാൻ ഓപ്പൺ കൂടെ അവിടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് Ctrl+O ആണ് ഓപ്പൺ. ഇനിയിപ്പോൾ ഞാൻ ഇത് ഓരോന്നും എന്താണെന്ന് കാണിക്കാം. ഇപ്പം ഞാനിവിടെ കുറേ ഷേപ്പുകൾ ഇങ്ങനെ വരയ്ക്കുവാണ്. ഞാൻ കുറേ ഇങ്ങനെ ഷേപ്പുകൾ ചുമ്മാ വരച്ചിടുവാണ്. കളറും കൊടുക്കുവാണ്. ഗ്രീൻ, ബ്ലൂ. ഓക്കെ, അപ്പം ഇങ്ങനെ കുറേ കളർ ഞാനിങ്ങനെ കൊടുത്തു. ഇനി എനിക്കിത് അൺഡു ചെയ്യണം. അൺഡു എന്ന് വെച്ചാൽ എന്താണ്? ബാക്കിലേക്ക് പോകാനുള്ളത്. അപ്പം നമ്മൾ എവിടെ തൊട്ടാണോ വരച്ച് തുടങ്ങുന്നത് അവിടത്തേക്ക് തന്നെ തിരിച്ചു പോവുക. അതായത് ഇപ്പം ഞാൻ അൺഡു അടിക്കുകയാണ്. അപ്പം എന്താ മാറ്റം സംഭവിക്കാൻ നോക്കാം. അൺഡു അടിക്കുകയാണ്, കണ്ടോ? നമ്മൾ എങ്ങനെയാണോ വരച്ച് വന്ന ഓർഡർ, ആ ഓർഡറിൽ തന്നെ ബാക്കിലേക്ക് പോകും. ഓക്കെ, ഇനി ഞാൻ റീഡു അടിക്കുകയാണ്. റീഡു അടിക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? നമ്മൾ എവിടം വരെയാണോ വരച്ച് നിർത്തിയത് അവിടേക്ക് എന്തായി മുമ്പിലേക്ക് പോകാന്നർത്ഥം. കണ്ടോ? ഓക്കെ, ഇത്രയും ഞാൻ വരച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ ആയപ്പോൾ എന്തായി? അത് നിന്നു. കണ്ടോ? ഇനി നമുക്ക് അൺഡു ചെയ്യാം. കണ്ടോ? ഇനിയിപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇനി കളർ വേറെ മാറ്റി കൊടുക്കണമെങ്കിൽ അൺഡു ചെയ്തിട്ട് എന്ത് ചെയ്യാം? വേറെ കളർ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് അൺഡു എന്ന് പറയുന്നത്. അൺഡു, റീഡു. പിന്നെ വരുന്ന ഇവിടെ കിടക്കുന്നതാണ് ന്യൂ ടാബ് എന്ന് പറയുന്നത്. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? Ctrl+N അടിച്ചാലും അത് ഷോർട്ട് കട്ട് കീ ആണ്. ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. അപ്പം എന്താണ്, ഞാനിപ്പോൾ ഇത് സേവ് ചെയ്യേണ്ടത് നമ്മളോട് ചോദിക്കും. അപ്പോൾ എനിക്കിത് സേവ് ചെയ്യേണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡോണ്ട് സേവ് കൊടുക്കുക. അപ്പോൾ എന്തായി? ന്യൂ ടാബായി, ന്യൂ പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് സേവ് ബട്ടൺ. നമ്മളെന്തെങ്കിലും പടം വരച്ചിട്ടുണ്ട്, അത് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? സേവ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ പേര് കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. അപ്പം സേവായി. കണ്ടോ? ആ പെയിന്റിന്റെ ഇപ്പുറത്ത് കണ്ടോ കിടക്കുന്നത് F എന്ന് പറഞ്ഞു. ഞാൻ F എന്ന് പറഞ്ഞ ഒരു പേരിലാണ് സേവ് ചെയ്തത്. അപ്പം ഈ ഒരു വിൻഡോ, ഈ ഒരു പേജ് ക്രിയേറ്റ് ആയിരിക്കുന്നത്, സേവ് ആയി ചെയ്തിരിക്കുന്നത് എന്താണ്? F എന്ന് പറഞ്ഞ ഒരു പേരിലാണ്. പിന്നെ വരുന്നതാണ് ഓപ്പൺ ടാബ് തന്നെയായിരിക്കും. നമ്മൾ എന്തെങ്കിലും പിക്ചറുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഓപ്പൺ ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും. പിന്നെ തൊട്ട് താഴെ കിടക്കുന്നതാണ് ഫയല്, ഹോം, വ്യൂ. ഇതൊക്കെ എന്തായിരിക്കും? മെനു ബാറാണ്. ഈ കാണുന്നതിനാണ് നമ്മൾ മെനു ബാർ എന്ന് പറയുന്നത്. അതായത് ഫയല്, ഹോം, വ്യൂ. MS പെയിന്റിനകത്ത് ഈ ഒരു 3 മെനു ബാർസേ ഉള്ളൂ. ഫയലിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഈ ഫയൽ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടെ കാണുന്നത്? ഒരുപാട് ഓപ്ഷൻസ് കാണും. ന്യൂ ഉണ്ട്, ഓപ്പൺ ഉണ്ട്, സേവ് ഉണ്ട്, സേവാസ് ഉണ്ട്. സേവാസ് എന്തായിരിക്കും? നമ്മൾ എന്തെങ്കിലും നമ്മളിപ്പോൾ ചെയ്യുന്ന പടം ഏത് ഫയൽ ടൈപ്പ് ആയിട്ടായിരിക്കും സേവ് ചെയ്യേണ്ടത് എന്ന് ചെയ്യാൻ വേണ്ടിയാണ് സേവാസ്. അല്ല, ഏതെങ്കിലും ഫോൾഡർ മാറ്റി നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി? സേവാസിന് കൊടുത്താൽ മതി. പിന്നെ പ്രിന്റ് ഉണ്ട്. പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ഡോക്യുമെന്റ് എന്തെങ്കിലും പ്രിന്റ് ചെയ്യാനായിരിക്കും. പിന്നെ ഫയൽ ഓപ്ഷനാണ് അത്. പിന്നെ വരുന്നതാണ് ഹോമിനകത്ത് കാണുന്നതാണ് ക്ലിപ്പ് ബോർഡ്, ഇമേജ്, ടൂൾസ്, ഷേപ്സ്, കളേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഹോം മെനുവിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കിടക്കുന്നത് എന്താണ്? പേസ്റ്റ് എന്നുള്ള ഓപ്ഷനാണ്. പേസ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കീ എന്താണ്? Ctrl+V അല്ലേ? പെട്ടെന്ന് Ctrl+V അടിച്ചാൽ മതി. ഞാനിവിടെ പേസ്റ്റ് എന്താണെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ഞാനിവിടെ
ഒരു ഷേപ്പ് വരച്ചു, ഞാൻ എൻ്റെ കളർ കൊടുത്തു. ഓക്കെ, ഇനി ഇത് തന്നെ എനിക്ക് എനിക്ക് ഒന്നുകൂടെ വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇത് നമുക്ക് കോപ്പി ചെയ്യാം അല്ലേ? നമുക്ക് ഇത് ഇവിടുന്ന് മാറ്റാതെ തന്നെ എനിക്ക് ഇതുപോലത്തെ തന്നെ ഒരെണ്ണം കൂടെ വേണം അല്ലേ? അപ്പം ഇതും വേണം, വേറൊരെണ്ണം കൂടെ വേണം. അപ്പം നമുക്ക് ഒരെണ്ണം കൂടെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമ്മളൊരു പടം വരച്ച് നമ്മൾ ഷേപ്പ് വരച്ച് കളർ കൊടുക്കണം. അതിന് നല്ലത് എന്തായിരിക്കണം? നമ്മൾ കോപ്പി എടുക്കുക അല്ലേ? നമ്മൾ ആദ്യം ഇത് എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? കോപ്പി എടുക്കുക. കോപ്പി ഞെക്കിയിട്ട് പേസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം എന്തായിട്ടുണ്ട്? കണ്ടോ? പേസ്റ്റ് ആയി. ഇപ്പോൾ ഇനി ഇവിടെ നോക്കിക്കേ. ഇത് ഞാൻ ഇപ്പോൾ പിന്നെ പറഞ്ഞത്. ഇവിടെ ഒരു വെള്ളം ഇത് വരുന്നുണ്ടോ? സ്ക്വയർ. അതെങ്ങനെ കളയുന്നത് അറിയാം. പിന്നെ ഉള്ള ഓപ്ഷനാണ് കട്ട്. ഇപ്പോൾ പേസ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പം എന്തെങ്കിലും ഒരു പടം നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ അതും വേണം, വേറൊന്നും കൂടെ അത് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ കോപ്പി ചെയ്യുക, ദെൻ പേസ്റ്റ് ചെയ്യുക. പിന്നെ വരുന്നതാണ് കട്ട് എന്നുള്ള ഓപ്ഷൻ. എനിക്കിപ്പോൾ ഈ ഒരു സർക്കിൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് മാറ്റാം അല്ലേ? കട്ട് ചെയ്തിട്ട് പേസ്റ്റും ചെയ്യാം. എവിടെയാണ് നമുക്ക് വേണ്ടത് പേസ്റ്റും ചെയ്യാം, അതുപോലെ എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. അപ്പോൾ പേസ്റ്റിൽ തന്നെ 2 ഓപ്ഷൻസ് കിടപ്പുണ്ട്. ഒന്ന് പേസ്റ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്, 2 പേസ്റ്റ് ഫ്രം എന്ന ഓപ്ഷനുണ്ട്. ഇപ്പം ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു പടം തന്നെ ഞാനൊന്ന് പേസ്റ്റ് ചെയ്യുക. കോപ്പി ചെയ്തു, പേസ്റ്റ് ഫ്രം ഞാൻ എടുക്കുക. അതായത് നമുക്ക് ഈ പടം എങ്ങോട്ടേക്കാണോ വേണ്ടത്, നമ്മളൊരു സേവ് ചെയ്തിരിക്കുന്ന ഒരു പടം, നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത ഒരു പടത്തിലേക്കാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? പേസ്റ്റ് ഫ്രം നമ്മളൊരു പടം നമ്മൾ എടുക്കുക. ഈ ഒരു ചെയ്തിട്ട അപ്പം ഇതിലേക്കാണ് എനിക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ദെൻ പിക്ക്. അപ്പം എന്തായി? നമുക്ക് മൂവ് ചെയ്ത് അതിലേക്ക് വെക്കാൻ പറ്റും. കണ്ടോ? നമുക്ക് ഇങ്ങോട്ട് വെക്കാൻ പറ്റും. കണ്ടോ? അപ്പം അതിനാണ് പേസ്റ്റ് ഫ്രം എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും.